ശ്യാമളേച്ചി സുഖമായിട്ടില്ലേ? അല്ല ഇതാരി കനകനാ? കനകൻ തന്നെയാണ്, ആളൊന്നും മാറിയിട്ടൊന്നുമില്ല. എല്ലപ്പോ നിങ്ങൾ എത്ര മാസമായി പേപ്പറിന്റെ പൈസ കിട്ടി? നിങ്ങൾക്ക് കുറച്ചൊരു ബോധം വേണ്ടേ? കൊറോണയിലല്ലേ കനക? കൊറോണ നിങ്ങൾക്ക് പേപ്പർ കമ്പനിക്കാർക്ക് കൊറോണ ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സുഖമായിട്ട് വിളിക്കും. അല്ല കനക, പെണ്ണെന്തായി? പെണ്ണിനെ പോയി കണ്ട് ക്ലിയർ ജാതകം. പിന്നെന്താ പ്രശ്നം? ജാതകം ക്ലിയർ അല്ലേ? വേഗം നോക്കറന്നാലേ. ക്ലിയർ ജാതകം എന്ന് പറഞ്ഞാൽ ശുദ്ധ ജാതകം എന്നാണ്. അതുകൊണ്ട് അതങ്ങ് വിളിച്ചത്. നിങ്ങൾ രാവിലെ തന്നെ ടെൻഷൻ ആക്കാണ്ട് നിങ്ങൾ സുഖമായിട്ട് വിളിച്ചേട്ടെ. അതിന്റെ കണക്കുന്നത് സുഖേട്ടാ, കനക കണക്ക് വെക്കാൻ വന്നിട്ടുണ്ട്. പേപ്പറിന്റെ നല്ല ചൂടിലാണ്. ശ്യാമളെ തൽക്കാലം നമുക്ക് ഒരു മാസം ഉറപ്പിച്ചാലോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂടില്ല. കനകാമ്പരനായിട്ടാവുള്ളേ. അപ്പൊ കനകനും പ്രതികരിച്ചു തുടങ്ങിയല്ലേ? സുഖേട്ടാ, നമുക്ക് പ്രതികരിക്കുന്നവന്റെ ദൗർബല്യത്തിൽ കയറി പിടിച്ചാലോ? നീ കൂടെ പോലെ പിന്നല്ലാണ്ട് നടക്കൂലേ? നോക്കാം. തീർച്ചയായിട്ടും കനക പേപ്പർ വേണ്ടെന്നാ അല്ലാണ്ട് അത് നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ടേ. എന്നാ പറ്റിയേ? ഒന്നും പറയണ്ട സുഖാട്ടാ, എല്ലാവർക്കും ഇപ്പം വനിത ആരോഗ്യമാസിക ഇതെല്ലാം മതി, പേപ്പർ വേണ്ടാന്ന്. എല്ലാരും പറയുന്നത് വൈകുന്നേരത്തെ ടിവിയിലെ വാർത്ത തന്നെയല്ലേ നിങ്ങളെ പത്രത്തിന് രാവിലെ കാണുന്നത്? സത്യല്ലേ? എന്ത് സത്യം? രാത്രി ന്യൂസ് കാണുന്നില്ലടാ, രാവിലെ നിന്റെ പേപ്പറിൽ വരുന്നത്. പിന്നെന്താണ് രണ്ട് കണക്കാണ് തള്ളെന്ന് പറഞ്ഞാലും എന്തൊരു തള്ളാടാ. അല്ല സുഖാട്ടാ, നിങ്ങൾ ഇപ്പോഴത്തെ എല്ലാരും സ്വാഭാവിക പൈസക്ക് ചോദിക്കുമ്പോ സാമൂഹിക അകലം പാലിക്കുന്നുള്ള ഡയലോഗ്. അല്ല നിങ്ങൾ തന്നെ ഇത് പറയണം. കാരണം വെച്ചാൽ രാവിലെ എണീച്ചപ്പാട് നിങ്ങൾക്ക് പത്രം വേണ്ടേ, ബാത്റൂം പോയി നിങ്ങൾക്ക് പത്രം വേണ്ടേ, എന്നിട്ട് പൈസക്ക് വന്ന് ചോദിക്കുമ്പോ കടം പറയുകയും ചെയ്യും. അതല്ലടാ കണക, ഈ കൊറോണ കൊണ്ട് ജീവിതത്തിന്റെ കണക്കൂട്ടലിനെ തെറ്റിപ്പോയടാ. സുഖോട്ടാ, അത് നിങ്ങൾക്ക് കനകൻ ഒരിക്കലും കണക്ക് തെറ്റൂല. അതുകൊണ്ട് എനിക്ക് ഇന്ന് പത്രത്തിന്റെ പൈസ കിട്ടണം. 2500 രൂപ ഇന്ന് കിട്ടിയാലേ ഞാൻ പോകും. 2500? ആ 2500 രൂപ. 2500 പോലും ഉണ്ടാവപ്പാ. നീ പറയുന്നു എടാ കനക, നിനക്കെന്തോ കണക്കെന്തോ തെറ്റി. കനകന് ഒരിക്കലും കണക്ക് തെറ്റൂല. പേപ്പർ, വനിത ആരോഗ്യമാസിക, മഹിളാ രത്നം, ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത് ഞാൻ. അതെയാ? പിന്നെന്താ? അപ്പൊ ടോട്ടലി 2500. ടോട്ടലി 2500 എനിക്ക് ഇന്ന് കിട്ടണം. എടാ കനക, എനിക്ക് പറ്റിയ പെണ്ണുണ്ട് കേട്ടാ. പെണ്ണാ? ഏതുകൊണ്ട്? അടിപൊളി പെണ്ണാ. അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടി ടീച്ചർ? അതേടാ, നീ ചാവണി വിളിച്ചു നോക്കാടാ. പിന്നെ അല്ലാണ്ട് അതൊന്നും നടക്കൂല സുഖട്ടാ. നമ്പർ എടുത്തോ, പക്ഷെ ഇതൊരു നമ്പറാന്നുള്ള കാര്യം എനിക്കറിയാം. കനകന്റെ കണക്കൂട്ടൽ ഒരിക്കലും തെറ്റൂല. ഇന്ന് എനിക്ക് കണക്കൂട്ടി പൈസ തരണം. അല്ലടാ, ഇപ്പം പൈസ ഇല്ലാത്ത സമയല്ലടാ. ഒരു കാര്യം, ഞാൻ എനിക്ക് 1 മാസം പൈസ തരാം. സുഖോട്ടാ, നടക്കൂല. എനിക്ക് 6 മാസം പൈസ കിട്ടിയിട്ടേ കനകൻ ഇന്ന് പോകും. ഇല്ലാത്തോണ്ടല്ലടാ. അയ്യോ എന്റെ സുഖോട്ടാ, 1 മാസത്തെ പൈസ അങ്ങനെ എനിക്ക് വേണ്ട. എനിക്ക് 6 മാസത്തെ പേപ്പറിന്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. അല്ലടാ കനക, നീ എന്നിട്ട് ഇങ്ങനെ ആയി പോയത് എന്തെന്ന്? കുറച്ചൊരു മനുഷ്യ പറ്റുണ്ടേ. കനക, നീ ആ സുഖമായിട്ടും പറഞ്ഞ പെണ്ണിന്റെ കാര്യം ഒന്ന് പറയപ്പാ. ഏത് പെണ്ണ്? എടാ എനിക്ക് തലയേക്കിരുന്നില്ലേ പോത്തെ, ജീവിതാണ് പ്രധാനം. എന്റെ സുഖോട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വാക്കും കേട്ടിട്ട് ഇതുവരെ പോയടത്തുനിന്നെല്ലാം എനിക്ക് ഭൂലോകം നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. ഒന്നെങ്കിലും പെണ്ണിന് സൗന്ദര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെണ്ണിന് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെണ്ണ് ഒന്ന് കെട്ടി ഒഴിവാക്കിയതായിരിക്കും. അല്ലടാ, നിനക്ക് പറ്റിയല്ല, നിനക്ക് നോക്കാൻ പറ്റൂ. സുഖമായിട്ട് നിങ്ങൾ ഒരു തമാശ ആക്കരുത്. അല്ല, നിനക്ക് വിധിച്ചതല്ലേ നിനക്ക് കിട്ടൂലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പൈസ കിട്ടിയാലേ ഇനി ഞാൻ പെണ്ണ് കിട്ടും. അല്ലടാ, നീ 2500 രൂപ കൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നു. എന്റെ സുഖമായിട്ട് നിങ്ങൾ തമാശ ആക്കാൻ നിൽക്കല്ല. ശ്യാമളേശി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ 6 മാസത്തെ പേപ്പറിൽ ഇങ്ങോട്ടേക്ക് എടുത്താട്ടെ. നീ പറഞ്ഞ അല്ലടാ നിനക്ക് നീ പഴയ പേപ്പർ. സുഖാട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കനകൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. കനകന്റെ ഹൈടെക് ലെവലിലുള്ള ചിന്തയാണ്. മനസ്സിലാക്കണം. നിങ്ങൾ ആ പേപ്പർ കൊടുക്കും. എടാ കനക, നീ ഹൈടെക് തന്നെ. ഞാൻ പറഞ്ഞ പോലെ നീ ഒരു കാര്യം ചെയ്യും. നീ ആദ്യം പോയിട്ട് ആ പെണ്ണിനാ. നല്ല പെണ്ണാടാ. ഏത് പെണ്ണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പെണ്ണാണ്. കുറിപ്പ് മാത്രമല്ല, ഫോട്ടോ ഞാൻ ഘടിപ്പിച്ചുതരാം. നീ ഒന്ന് മൂടിയാൽ മതി, ബാക്കി ഞാൻ ഏറ്റ്. അതൊന്നും നടക്കൂല സുഖട്ടാ. പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നടക്കുള്ളൂ. അതതിൻ്റെ കാര്യം. ഞാൻ ഒപ്പിച്ചു തരാം. അതൊന്നും നടക്കൂല. കേട്ടോ 2500 രൂപ
ഇല്ല കരകനോട് തോറ്റ പേപ്പർ തകർന്ന് ചാവളെ ഇന്ന മോനെ ഇത് കൊണ്ടുപോകുന്നു കൊണ്ടുപോയത് നിങ്ങൾ എന്ന് ഈ 6 മാസത്തെ പേപ്പറിന്റെയും വാരികന്റെ പൈസ എന്ന് അന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് തിരിച്ചു കൊണ്ടുതരാം. സുഖോട്ടാ കനകനോടാ നിങ്ങളെ കളി. കനകന്റെ കണക്കൂട്ടലട്ടാ അത് നിങ്ങൾ മനസ്സിലായിക്കോ. കനകൻ ഹൈടെക്കാ ഹൈടെക്. സുഖോട്ട് നിങ്ങൾ രണ്ടാളെന്നെ വല്ലാണ്ടങ്ങ് സ്കാൻ ചെയ്യല്ലേ. കുറച്ച് പറ കുറച്ചാല് ആരും കേൾക്കൂല. എന്താണ് കനക ഇത് എടുക്കുന്ന ചതിയായി കേട്ടാ. കനക നീ നമ്മളോട് ചെയ്ത ചതി നീ ആരോട് ചെയ്യില്ല കേട്ടാ. ഞാനായോണ്ട് പുറത്ത്. ആയിക്കോട്ടെ. അതല്ലേ പറയുന്നത്. അല്ല സുഖേട്ടാ ഈ പൊട്ടിന് എത്ര കൊല്ലായി പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട്? 2 കൊല്ലം. 2 കൊല്ലം പോയിട്ട് 20 കൊല്ലം കഴിഞ്ഞാലും ഈ ഹൈടെക് പൊട്ടിന് കൊണ്ടുപോയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മള് കനകന്റെ കണക്കൂട്ടലുണ്ട് ശരിയാണ്. പക്ഷെ എന്താ പറയാ ജീവിതത്തിന്റെ കണക്കൂട്ടലാണ് തെറ്റിപ്പോയത്. എന്താ ചെയ്യാ. ബുദ്ധിമതിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നാട്ടിലുള്ള വാരിക മൊത്തം വാങ്ങിക്കൂട്ടിയിട്ട് തന്റെ പൈസയും കളഞ്ഞിട്ട് എനിക്കൊരു മാറ്റവും കാണുന്നില്ല ശ്യാമളെ. അല്ല സുഖേട്ടാ അതല്ലേ നിങ്ങൾ ഈ ആരോഗ്യം സൗന്ദര്യമല്ല ശ്യാമളെ. ഈ പ്രതികരിക്കുന്നതിന്റെ ദൗർബല്യത്തിൽ തന്നെ കയറി പിടിച്ചല്ലേ. സുഖേട്ടാ ജീവിതത്തിന്റെ നല്ല യാത്രയില് ചിലപ്പോ ഇതും വേണ്ടി വരും. ശ്യാമളെ.